ഇത് നിങ്ങൾ ചോദിച്ചാൽ ഞങ്ങളുടെ പത്തനംതിട്ട ഭാഗത്ത് കാണുന്ന ഫ്രൈഡ് റൈസിന്റെ റെസിപ്പിയാണ്. തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഒരു കഷ്ണം പട്ട, 2 വലിയ ഏലക്ക, 4 ചെറിയ ഏലക്ക, 1 നാരങ്ങയുടെ നീര്, ആവശ്യമുള്ള ഉപ്പ് എന്നിവ ചേർത്ത് അതിലേക്ക് 2 കപ്പ് നല്ല കഴുകി വൃത്തിയാക്കിയ ബാസ്മതി റൈസ് ചേർത്ത് ഒരു 90% ആ ഒരു റൈസിനെ കുക്ക് ചെയ്തെടുത്ത് ഊറ്റിമാറ്റാം. ഇനി ഏത് പാത്രത്തിലാണോ ഈ റൈസ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കാഷ്നട്ടും കുറച്ച് കിസ്മസും ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യാം. ഇനി ഇതേ എണ്ണയിലേക്ക് നമ്മൾ കുറച്ച് ക്യാരറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റി ആ ഒരു ക്യാരറ്റ് ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ബീൻസും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുത്ത് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാളയും സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തതും നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആക്കി എടുത്ത് മാറ്റാം. ഇനി ഇതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ലെയർ റൈസ് ഇതുപോലെ നമുക്ക് ലെയർ ചെയ്തിട്ട് അതിന് മുകളിലായിട്ട് ഫ്രൈ ചെയ്ത് വെച്ച എല്ലാ ഐറ്റംസും ഇതുപോലെ ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് 1 ടീസ്പൂണ് പൈനാപ്പിൾ എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അടുത്ത ലെയറിലും റൈസ് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ലെയർ ആയിട്ട് ബാക്കി ഫ്രൈഡ് ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുക്കാം. പൈനാപ്പിൾ എസൻസും ചേർത്ത് കൊടുക്കാം. ഈ ലെയർ ഒന്ന് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഇതിനെ അടച്ചു വെച്ചിട്ട് ഒരു 5-8 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് ആവി കയറ്റിയെടുക്കാം. അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു മണമാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഇതിന്റെ കൂടെ ചിക്കൻ കറി, സലാഡ്, പപ്പടം, നാരങ്ങ അച്ചാർ, ഇതാണ് ഇതിന്റെ കോമ്പിനേഷൻ ആയിട്ട് കഴിക്കുന്നത്. Download ShareChat.